ഹലോ, എല്ലാ കൂട്ടുകാർക്കും ആരോൺ ആൻഡ് മീയിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല ഫ്രഷ് പള്ളത്തി കിട്ടിയായിരുന്നു. അപ്പം അതൊന്ന് പീര പറ്റിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു നാടൻ വിഭവം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ചില ടൈമിൽ ഇങ്ങനെയും ചെയ്യും, അല്ലാതെ കൈ കൊണ്ട് ഞെരടിയും ചേർക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു. പിന്നെ പുളി വെള്ളത്തിലിട്ടു. നെക്സ്റ്റ് നമ്മൾ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ജസ്റ്റ് ഒന്ന് അരിഞ്ഞു വെച്ചു കേട്ടോ. എന്നിട്ട് മുമ്പ് ചായച്ച് വെച്ചിരുന്ന തേങ്ങ തട്ടിക്കൊടുത്തു. തേങ്ങയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആയിരുന്നു ഇട്ടിരുന്നത്, അത് തട്ടിക്കൊടുത്തു. കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ വെച്ച്, സ്പൂണൊന്നും വേണ്ട, കൈ വെച്ച് ഞെരടി ചേർക്കുക. ഇതാണ് മെയിൻ ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരട്ടിക്കും. ഇങ്ങനെ ചെയ്താലും മതി. നമ്മൾ മിക്സിയിലൊന്നും ക്രഷ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. എന്താ നാടൻ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. ആ വെളിച്ചെണ്ണ, നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ തട്ടിയത് കൂടെ കൊണ്ട് ആ ഒരു പ്രത്യേക മണം തന്നെ അപ്പം വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളി ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളമേ ഉള്ളൂ, അപ്പം കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വന്നിട്ട് മീൻ തട്ടിയാൽ മതി. നമ്മുടെ പള്ളത്തിക്ക് അധികം വേവില്ലാത്ത കൊണ്ട് കുറച്ചൊന്ന് തിള വന്നിട്ട് തട്ടിയാൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും മീൻ. അതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് തിളയൊക്കെ വന്ന ശേഷം മീൻ ഇട്ട് കൊടുത്തു. ശരിക്കും ഇങ്ങനെ സ്പൂൺ ഇട്ടൊന്നും ഇളക്കരുത് കേട്ടോ. എൻ്റെ കൈ, ഇപ്പം ഞാനൊരു കയ്യിൽ ഫോൺ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെ കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ശരിക്കും നമ്മൾ അപ്പുറം ഇപ്പുറം തുണി കൊണ്ടോ ആ ചട്ടിയിലൊന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ശരിക്കും ഈ മീൻ പറ്റിച്ചതൊന്നും നമ്മൾ സ്പൂൺ ഇടേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മൂടി വെച്ചൊന്ന് വേവിക്കാൻ വെച്ചു. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കറി, മീൻ പറ്റിച്ചത്. അപ്പം നമ്മുടെ നാടൻ വിഭവമായിട്ടുള്ള പള്ളത്തി പീര പറ്റിച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇത്തിരി കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.